നമ്മൾ മലയാളീസിന്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് അറിയാം, നമ്മൾ ഗോവയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ 3 ദിവസമാണെന്നുണ്ടെങ്കിൽ 3 ദിവസം കംപ്ലീറ്റ് സൈറ്റ് സീൻ. റൂമിൽ വരുന്നു, കിടക്കുന്നു, പിറ്റേന്ന് സൈറ്റ് സീന് പോകുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾ കപ്പിൾസ് ഒക്കെ ആയിട്ടാണ് വരുന്നുണ്ടെങ്കിൽ 2 ദിവസത്തെ സൈറ്റ് സീനും അതുപോലെ ഒരു ദിവസം റിസോർട്ടിൽ നല്ല രീതിയിൽ സ്റ്റേ ഒക്കെ ചെയ്തിട്ട് കുറച്ച് റിലാക്സ് ചെയ്യണമെന്ന് പ്ലാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുള്ള ഒരു കിടിലൻ റിസോർട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഫബീറാണ്. വെൽക്കം ബാക്ക് ട്രാവൽ ടു ഫബീർ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള ഹോട്ടൽ ആൻഡ് പരിസരങ്ങളാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ള സെലോട്ടൽ എന്നിട്ടുള്ള ഈ ഒരു ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിട്ടുള്ളത്. ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ശരിയായ ഒരു ഗോവൻ വൈബ് നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂട്ടറാണ് വേണമെങ്കിൽ സ്കൂട്ടർ പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഇഷ്ടംപോലെ അവൈലബിൾ ഉണ്ട്. പിന്നെ അതല്ല നിങ്ങൾക്ക് റെൻ്റേ കാറാണ് വേണ്ടത് വെച്ചെങ്കിൽ റെൻ്റേ കാറും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതായത് ഇവിടെ വരുന്ന ഗസ്റ്റിന് സ്കൂട്ടറിൽ വേണമെന്നുണ്ടെങ്കിൽ സ്കൂട്ടറും അതുപോലെ തന്നെ റെൻ്റേ കാറും ആണെങ്കിൽ റെൻ്റേ കാറും കൊടുക്കാറുണ്ട്. അതായത് നിങ്ങൾ ഇവിടെ എത്തിയ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. രാവിലെ ഒരു 9 മണിയോട് കൂടിയിട്ട് ആണ് ഒരു സാധാരണ പാക്കേജിൽ കൊടുക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടിയൊക്കെ അവൈലബിൾ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ ഏർലി വന്നു കഴിഞ്ഞാലും പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇരുന്നുകൊണ്ട് റെസ്റ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ കാണുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് രാവിലെ ഏർലിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരിക്കാം. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾക്ക് ഫ്രഷപ്പ് ആവാനെന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഫ്രഷപ്പ് ആവാനുള്ള സൗകര്യവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഗേജൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു കോമൺ പ്ലേസും ഇവരുടെ റിസപ്ഷനിലായിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കേരളത്തിൽ നിന്ന് ഗോവയിലേക്ക് വരുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രധാന ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഗോവയിലേക്ക് 2 ട്രെയിനുകളാണ് കേരളത്തിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നേത്രാവതി, തിരുവനന്തപുരത്ത് നിന്ന് ബോംബെ വരെ പോകുന്ന നേത്രാവതി. അത് പുലർച്ചെ 6 മണിയോട് കൂടിയിട്ടാണ് ഗോവയിൽ തിവി റെയിൽവേ സ്റ്റേഷനിൽ എത്തുക. പിന്നെ മറ്റൊന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീൻ വരെ പോകുന്ന മറ്റൊരു ട്രെയിൻ, അത് പുലർച്ചെ 4 മണിയോട് കൂടിയിട്ടാണ് തിവിയത്തിലെത്തുക. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി അവിടെ നിന്ന് നമ്മൾ ഹോട്ടലിലേക്ക് വരുമ്പോൾ ഹോട്ടലിൽ ഗോവയിൽ മിക്ക സ്ഥലങ്ങളിലും ചെക്കിംഗ് ടൈം എന്ന് പറയുന്നത് 12 മണിയാണ്. അപ്പോൾ ഈ 12 മണി വരെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെ. കാരണം പുലർച്ചെ 4 മണിക്ക് മുതൽ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുന്നു, അതുപോലെ തന്നെ നമ്മൾ 6 മണിക്ക് വന്ന് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുന്നു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഇവിടെ എത്തി റൂം എടുത്തു കഴിഞ്ഞാൽ പോലും നമുക്ക് ഒരു ദിവസത്തെ എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതാക്കാൻ വേണ്ടി. അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് ഈ ഒരു ഹോട്ടൽ എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ നേരെ ഹോട്ടലിൽ എത്തിയേക്ക് ഇവർ നിങ്ങൾക്ക് ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യാൻ തരുന്നല്ല. ഇവരുടെ പാക്കേജ് നോർമലി വരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്തിട്ട് ഹോട്ടലിൽ വരുന്നു. ഹോട്ടലിൽ 2 ദിവസം സ്റ്റേ ഉണ്ടായിരിക്കും. അതുപോലെ നമുക്ക് 2 ദിവസം ബ്രേക്ക്ഫാസ്റ്റ്, 2 ദിവസം ഡിന്നർ. സൈറ്റ് സീന് വേണ്ടി സ്കൂട്ടറാണ് നിങ്ങൾ പ്രിഫർ ചെയ്യണമെങ്കിൽ സ്കൂട്ടർ പ്രൊവൈഡ് ചെയ്യും. ഇനി കാറാണ് നിങ്ങൾക്ക് റിക്വയർമെന്റ് വെച്ചെങ്കിൽ കാർ ഇവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്ത് തരും. പക്ഷേ ഇവിടെ ഹോട്ടൽ നോർമലി എല്ലാ സ്ഥലത്തും വരുന്നത് ചെക്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 11 to 12, ചെക്കൗട്ട് ടൈം പറയുന്നത് രാവിലെ 10 മണി. അപ്പോൾ നിങ്ങളിപ്പോൾ 3 ദിവസത്തെ പാക്കേജ് എടുത്തിട്ട് വന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ 4 മണിക്കോ അല്ലെങ്കിൽ 5 മണിക്കോ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങി ആ സമയത്ത് തന്നെ വരെ നിങ്ങളെ പിക്കപ്പ് ചെയ്യും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹോട്ടൽ ചെക്കിംഗ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഏരിയാസും സൗകര്യങ്ങളുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ഏർലി ചെക്കിംഗ് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏർലി ചെക്കിംഗ് ചെയ്യാം. പക്ഷേ അതല്ല, അതൊന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് കുറച്ച് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുറത്തിരിക്കാനുള്ള സൗകര്യങ്ങളും ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാണ്ട് നിങ്ങൾ ഹോട്ടലിൽ എത്തിയ സമയത്തിന് നിങ്ങൾക്ക് ഫ്രഷപ്പ് ഉള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലഗേജസ് സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അതായത് നിങ്ങൾ ഒരു 6 മണിയോട് കൂടിയിട്ടാണ് റിസോർട്ടിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷപ്പ് ആയുള്ള സൗകര്യവും ലഗേജ് സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യം തരും. പിന്നെ ഒരു 9 മണിയോട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ നിങ്ങൾക്ക് സ്കൂട്ടറും പ്രൊവൈഡ് ചെയ്യും. അത് കിട്ടി കഴിഞ്ഞാൽ സ്കൂട്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്ന് കറങ്ങിയിട്ട് ഒരു 11 മണിയാകുമ്പോൾ നിങ്ങൾ തിരിച്ചെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോട്ടൽ ചെക്കിംഗ് ചെയ്യാം. പിന്നെ അതല്ല, നിങ്ങൾ നല്ല ടയേർഡാണ്, നിങ്ങൾക്ക് വന്ന സമയത്തിന് റൂം വേണമെന്നുണ്ടെങ്കിൽ അവരോട് മുൻകൂട്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ചെറിയ ചാർജ് അവരെടുക്കുന്നുണ്ടെന്ന് മാത്രം. അത് നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. കാരണം മറ്റു പല ഹോട്ടലുകൾ ഗോവയിൽ ഞാൻ കണ്ടപ്പോൾ ഇതുപോലെ റെസ്റ്റ് എടുക്കാനുള്ള ഏരിയാസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കംഫർട്ടായിട്ട് റെസ്റ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് കിട്ടാറില്ല. പക്ഷേ ഇവിടെ എനിക്ക് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. അത്യാവശ്യം നിങ്ങൾക്ക് ഇരിക്കാനും കുറച്ചു നേരം കാറ്റ് കൊള്ളാനൊക്കെ ഉള്ള ഏരിയാസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. റെസ്റ്റോറൻറ്റ് ആംബിയൻസ് ഒന്ന് കാണിച്ചു തരാം. നല്ല ഭക്ഷണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? പൂരി മസാല ഇഷ്ടമായിരുന്നു. പൂരി മസാല.
അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി നമുക്ക് ഒന്നും പതുക്കെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ കവർ ചെയ്യണം. നമ്മൾ 2 ദിവസത്തെ പാക്കേജാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2 ദിവസമാണ് നമുക്ക് കറങ്ങാനുള്ളതും. അപ്പോൾ ഇന്ന് രാവിലെ നമ്മളിപ്പോൾ ഒരു 11 മണിയോട് കൂടിയിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഏകദേശം നോർത്ത് ഗോവൊക്കെ കണ്ടിട്ട് രണ്ടാമത്തെ ദിവസം നമ്മൾ സൗത്ത് ഗോവ വിസിറ്റ് ചെയ്യണമെന്ന പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി അതൊക്കെ കണ്ടിട്ട് വരും കേട്ടോ. നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ആംബിയൻസ് പുറത്തുനിന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. ഇതാണ് നമ്മൾ ഹയർ ചെയ്തിട്ടുള്ള സ്കൂട്ടർ. ഈ സ്കൂട്ടർ നമ്മളിവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാർക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഇവരുടെ റിസപ്ഷനിലേക്കാണ്. റിസപ്ഷനിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ. ആരാ 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 In this house of cards, she says, hey man, there were just too many days. ഇതിലൊക്കെ ഉപരി എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്തെന്ന് അറിയോ, ഞങ്ങളിവിടെ വന്ന സമയത്ത് ഒരു ഫാമിലി, കണ്ണൂരിൽ നിന്ന് ഒരു ഫാമിലി ആയിരുന്നു. അവർ ഇവിടെയുള്ള സ്റ്റാഫുകൾക്ക് കംപ്ലീറ്റ് ബിരിയാണി വെച്ച് കൊടുത്തു കേട്ടോ. ബിരിയാണി ആരാ 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 ഞാൻ പറയുകയാണെങ്കിൽ ഉമ്മാനെ നമുക്കൊരു കുറച്ച് ദിവസം കൂടി ഇവിടെ നിർത്താം. എന്നിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു നൈറ്റ് വൈബൊക്കെ ശരിയായ രീതിയിൽ ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിട്ടുന്ന സ്പോട്ട് കൂടി ഇവിടെ ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് പാക്കേജ് ബുക്ക് ചെയ്താൽ മതി.